പ്രിയങ്കരായ അതിഥികളെ, അത്ര തന്നെ പ്രിയങ്കരായ ശ്രോതാക്കളെ, അതിഥികളും ശ്രോതാക്കളുമെന്ന ഈ വിഭജനത്തിൻ്റെ അബദ്ധം പൂർണ്ണമായി ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ളൊരു സംബോധന ഞാൻ നടത്തിയത്. ഇവിടെ കലാമണ്ഡലത്തിൽ എന്തുകൊണ്ട് ലോകാരോഗ്യ ദിനം ആചരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വളരെ ശ്രദ്ധേയമായ ദർശനശേഷിയുള്ള ഒരു പ്രഭാഷണം പ്രിയങ്കരനായ ഡോക്ടർ അനന്തകൃഷ്ണനിൽ നിന്ന് നാം എല്ലാം തന്നെ കേൾക്കുകയുണ്ടായി. കലയും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം, ശാരീരികാരോഗ്യവും സാമൂഹ്യാരോഗ്യവും തമ്മിലുള്ള ബന്ധം, കലയുടെയും സമൂഹത്തിൻ്റെയും ആരോഗ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇവയൊക്കെ സ്വാഭാവികമെന്ന പോലെ അറിയാവുന്ന ആളുകൾക്ക് ആ പ്രസക്തി ഏറെയൊന്നും വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. കലാമണ്ഡലവും ദയാ ആശുപത്രിയുടെ, തൃശ്ശൂരിലെ ദയാ ആശുപത്രിയുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും ചേർന്നാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഇതിനകം തന്നെ അറിയാം. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന്, ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകത്തിൻ്റെ ഒരു അധ്യായമാണ് ഇത്. ആദ്യമേ തന്നെ ദയാ ആശുപത്രിയുടെ പ്രസാധന വിഭാഗത്തെ ഞാൻ അഭിനന്ദിക്കട്ടെ. കാരണം വളരെ കുറച്ച് വിചാരങ്ങൾ മാത്രമേ പരിചരണവും അനുകമ്പയുമായുള്ള ബന്ധത്തെ അപഗ്രഥിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. ആ തരത്തിൽ എങ്ങനെയാണ് കേവലമായൊരു മൂല്യം മൂർത്തമായ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു സവിശേഷ സന്ദർഭം കൂടിയായാണ് ഈ ലഘു ഗ്രന്ഥത്തിൻ്റെ പ്രകാശനത്തെ ഞാൻ കാണുന്നത്. ദയാ ആശുപത്രിയുമായുള്ള എൻ്റെ ബന്ധം വളരെ വിഷമിച്ച് ഇവിടെ എത്തിയ എന്നെ കണ്ടതോടെ തന്നെ നിങ്ങൾക്ക് ബോധ്യമായിരിക്കും. തൃശ്ശൂരിലേക്ക് താമസം മാറ്റിയ ശേഷം എൻ്റെ ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നിട്ടുണ്ട് ദയ. 2 തവണ അവിടെ കിടന്ന് ചികിത്സിക്കുകയും അതിനുശേഷം വീണ്ടും പുതിയ പുതിയ രോഗങ്ങളിലേക്ക് പുരോഗമിക്കുകയും ചെയ്യുന്ന ഒരു ശരീരത്തിൻ്റെ സ്വാഭാവിക ആശ്രയം എന്ന നിലയിൽ തന്നെയാണ് ദയാ ആശുപത്രിയെയും അതെപ്പോഴും എന്നോട് കാണിച്ചിട്ടുള്ള, പ്രത്യേകിച്ചും എൻ്റെ വിദ്യാർത്ഥിയായ ബ്രഹ്മോത്തരൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നോട് കാണിച്ചിട്ടുള്ള അലിവിനെയും ഒക്കെ ഞാൻ കാണുന്നത്. അപ്പം എങ്ങനെയാണ് കാരുണ്യത്തെയും അന്തസ്സിനെ അഥവാ മനുഷ്യൻ്റെ ഡിഗ്നിറ്റിയെയും ബന്ധിക്കുക എന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് മനുഷ്യാസ്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം പലപ്പോഴും കാരുണ്യം കാണിക്കൽ അത് സ്വീകരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അന്തസ്സിന് കുറവ് വരുത്തുന്ന ഒരു പ്രകടനമാണ് എന്ന വിചാരമോ ചിലപ്പോഴൊക്കെ അത്തരത്തിൽ ഉള്ള യഥാർത്ഥമായ ഒരു മനസ്സിലാക്കലോ ഒക്കെ തന്നെ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. പക്ഷെ കാരുണ്യമെന്നത് വളരെ മൗലികമായ ഒരു മാനുഷിക ചോദനയാണ് എന്നും അതിൻ്റെ ദാതാവും സ്വീകർത്താവും തമ്മിൽ നാം കരുതുന്ന പോലുള്ള കൊടുക്കുന്നയാളും വാങ്ങുന്നയാളും തമ്മിലുള്ള ഒരു ഉടമയടിമ ബന്ധമല്ല ഉള്ളത് എന്നും ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭവും
നമുക്ക് തെളിയിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തു കൂടിയാണ് നാം ഇന്ന് കടന്ന് പോകുന്നത്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് വിചാരിക്കുകയാണ്. ഒട്ടും തന്നെ കഴിയുന്നത്ര ദീർഘമായ ഒരു പ്രഭാഷണം വരുന്നുണ്ട്. ഞാൻ ആ പ്രഭാഷണത്തിൻ്റെ മുഖവുര ആണ് ഏറി വന്നാൽ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എഴുതിക്കൊണ്ടുവന്ന ഒരു കുറിപ്പുണ്ട്, അത് ഞാൻ വായിക്കുന്നുണ്ടാവും. എനിക്കിവിടെ വരുവാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാതിരുന്നത് കൊണ്ട് പ്രിയപ്പെട്ട ബ്രഹ്മപുത്രന് ഇന്നലെ തന്നെ അയച്ചു കൊടുത്ത ഒരു കുറിപ്പാണത്. ഞാനില്ലെങ്കിൽ ഇതവിടെ ആരെങ്കിലും വായിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അത്യധികം ആഹ്ലാദമുണ്ട്. കാരണം ഇത് വളരെ സവിശേഷമായൊരു സന്ദർഭമാണ് എന്നതുകൊണ്ട്. കലയുടെ സമകാലികവൽക്കരണത്തെക്കുറിച്ച്, അത് ശരിയാണോ പ്രയോഗം? തീർച്ചയായിട്ടും പ്രിയപ്പെട്ട അനന്തകൃഷ്ണൻ മനോഹരമായി സംസാരിക്കുകയുണ്ടായി. ഏത് ക്ലാസിക്കൽ കലയും അതിജീവിക്കുന്നത് അതാത് കാലത്തെ സമൂഹത്തെ സംബോധന ചെയ്യാൻ അത് എത്രമാത്രം പ്രാപ്തമാണ് എന്ന ചോദ്യത്തിന് ലഭിക്കുന്ന ഉത്തരത്തെ അനുസരിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് പുതിയ കാലത്തിൻ്റെ ധർമ്മസങ്കടങ്ങളെ, അതിൻ്റെ സ്വപ്നങ്ങളെ, അതിൻ്റെ സ്മരണകളെ, അതിൻ്റെ അനുഭവങ്ങളെ ഈ കലാരൂപം സംബോധന ചെയ്യുന്നത് എന്ന ചോദ്യം ഏത് കലയെ സംബന്ധിച്ചിടത്തോളവും അതീവ പ്രസക്തമാണ് എന്ന് നിസ്സംശയമായി വിചാരിക്കുന്ന ഒരാളാണ് ഞാനൊരു കവിത വായിച്ചുകൊണ്ട് തുടങ്ങുകയും ഒരു കവിത വായിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യാം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന വളരെ പ്രശസ്തമായൊരു പഴഞ്ചൊല്ല് തന്നെ നമുക്കുണ്ട് എന്നതുകൊണ്ടുകൂടി കവിതയാണ് ഇത് എന്ന് പറയേണ്ട, കഥയായിട്ട് വിചാരിച്ചാൽ മതി. കവിത, കഥ, നാടകം, ഇത് പലതും പ്രയോഗിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ചിലപ്പോഴൊക്കെ എനിക്ക് ഈ രൂപങ്ങൾ പരസ്പരം മാറിപ്പോകാറുമുണ്ട്. അതിൽ കുഴപ്പമില്ലെന്നും ഒരുപക്ഷെ അങ്ങനെയാണ് കല പ്രയോഗിക്കപ്പെടേണ്ടതെന്ന് പോലും ചിന്തിക്കുന്ന ഒരാളുമാണ് ഞാൻ. 3 കവിതകൾ ഏതാണ്ട് അടുത്തടുത്തായി എഴുതുകയുണ്ടായി. പ്രവാചകനും ഉറുമ്പും എന്നൊരു കവിത, ഹീറാ ഗുഹയിൽ മുഹമ്മദ് തപസ്സരിക്കുമ്പോൾ ഒരു ഉറുമ്പുമായുണ്ടായ സംവാദം. മറ്റൊന്ന് സിദ്ധാർത്ഥനും അണ്ണാർക്കണ്ണനും എന്നൊരു കവിത, സിദ്ധാർത്ഥനും അണ്ണാർന്നും തമ്മിലുള്ള ഒരു സംഭാഷണം. മറ്റൊന്ന് യേശുവും കഴുതയും എന്ന ഒരു കവിത. അത് സാമാന്യം ദീർഘമായതുകൊണ്ട് അവ മുഴുവനൊന്നും വായിക്കാൻ ഞാൻ മിനക്കെടുന്നില്ല. അതിൽ ഒരു കവിത ആദ്യവും ഒരു കവിത അവസാനവും ഗദ്യത്തിലുള്ള രചനകളാണ്. എൻ്റെ കവിതയിൽ ഒരു വലിയ ഭാഗം അനേകം തരത്തിലുള്ള പദ്യരൂപങ്ങളിലാണ്, പല വൃത്തങ്ങളിലും ഒക്കെ തന്നെയാണ്. കുറേ കവിതകൾ അവയുടെ അനിവാര്യത എന്ന നിലയിൽ തന്നെ ഗദ്യ രൂപങ്ങളിലാണ്. ഇതിനെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കഥയായി കാണുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള വിഷമമോ വിരോധമോ ഇല്ല. സിദ്ധാർത്ഥനും അണ്ണാർക്കണ്ണനും നാം ചർച്ച ചെയ്യുന്ന പ്രമേയത്തിൻ്റെ ഒരു അനുബന്ധം എന്ന നിലയ്ക്ക് ഒരു പക്ഷേ ഈ തരത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ 3 രചനകളെയും കാണാമെന്ന് തോന്നുന്നു. ഞാൻ വാസ്തവത്തിൽ അലിവിനെക്കുറിച്ചുള്ള കവിതകൾ അന്വേഷിക്കുകയായിരുന്നു എൻ്റെ അനേകം കവിതാ പുസ്തകങ്ങളിൽ നിന്ന്. വാസ്തവത്തിൽ അലിവിനെക്കുറിച്ചല്ലാത്ത ഒരു കവിതയും എനിക്ക് എൻ്റെ കവിതാ പുസ്തകങ്ങളിൽ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് ശരി. അവയിൽ നിന്ന് ഒരെണ്ണം യാദൃച്ഛികമായി തിരഞ്ഞെടുക്കുന്നു എന്നേ ഉള്ളൂ. സിദ്ധാർത്ഥനും അണ്ണാർക്കണ്ണനും. സിദ്ധാർത്ഥൻ തപസ്സിൽ മുഴുകി കണ്ണടച്ചിരിക്കുമ്പോൾ ആലിൻ്റെ ഒരു വേടിലൂടെ ഒരണ്ണാർക്കണ്ണൻ ഓടി ഇറങ്ങി വന്ന് സിദ്ധാർത്ഥൻ്റെ ചെവിയിൽ ചിലയ്ക്കാൻ തുടങ്ങി. സിദ്ധാർത്ഥൻ മെല്ലെ കണ്ണു തുറന്ന് ആ സുന്ദരനെ വാത്സല്യത്തോടെ നോക്കി ചോദിച്ചു, എന്തിനാണ് നീ എൻ്റെ ധ്യാനം മുടക്കുന്നത്? അണ്ണാൻ കൊഞ്ചി പറഞ്ഞു, അങ്ങ് ആരെയാണ് പകലും രാവും ധ്യാനിക്കുന്നത്? ഞാൻ മനുഷ്യ ദുഃഖത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് രാഹുല. രോഗം, വാർദ്ധക്യം, മരണം. അണ്ണാൻ
പരിഭവിക്കാതെ പറഞ്ഞു, അങ്ങ് ഉപേക്ഷിച്ച മകന്റെ പേര് എന്തിന് എന്നെ വിളിക്കുന്നു? സിദ്ധാർത്ഥൻ ഒന്ന് ഞെട്ടി. ഉപേക്ഷിക്കുകയോ? ഞാനോ? ഇല്ല, അവനും യശോധരയും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷേ മനുഷ്യരുടെ ദുഃഖങ്ങൾ എന്നെ വേട്ടയാടുന്നു. നോക്കൂ, ഈ ദുഃഖങ്ങൾ മനുഷ്യർക്ക് മാത്രമാണോ? നാർക്കണ്ണൻ പറയും, എൻ്റെ കുഞ്ഞ് ഇന്നലെയാണ് ഒരു പെരുമ്പാമ്പിൻ്റെ വായിൽ പെട്ടത്. ഞാൻ ഓടി വന്നപ്പോഴേക്കും അണ്ണാൻ നിർത്തി. അത് കരയുകയായിരുന്നു. എൻ്റെ ഇണ അറിയാത്ത രോഗം വന്ന് മെലിഞ്ഞ് മെലിഞ്ഞ് മരിച്ചു. ഒരു കുഞ്ഞ് രോമം മുളയ്ക്കും മുമ്പ് കൂട്ടിൽ നിന്ന് വീണ് കാണാതായി. എനിക്കും വയസ്സാവുകയാണ്. ഞങ്ങൾ 10 വയസ്സിലേറെ ജീവിക്കുക ചുരുക്കമാണ്. ഭൂമിയിൽ വന്നിട്ട് കൊല്ലം 3 കോടിയിലേറെ ആയെങ്കിലും. ഇത് ശാസ്ത്രീയമായി ശരിയായ കാര്യങ്ങളാണ്. അണ്ണാനെ പറ്റി ഭൂമിയിൽ വന്നിട്ട് കൊല്ലം 3 കോടിയിലേറെ ആയെങ്കിലും മനുഷ്യന്റെ ആയുസ് എത്ര ചെറുതാണെന്ന് കൂടി ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. മനുഷ്യവംശത്തിൽ. അപ്പോൾ മനുഷ്യന് മുമ്പോ ഒപ്പം എന്ന് പറഞ്ഞോളൂ. മനുഷ്യർ ഞങ്ങളെ പട്ടിണിയാക്കി. അവർ ഞങ്ങളുടെ പഴങ്ങൾ തട്ടിയെടുക്കുന്നു, ഞങ്ങളെ കവണയെറിഞ്ഞു വീഴ്ത്തുന്നു. അവർ കരുതുന്നത് അവർ ഭൂമിയുടെ ചക്രവർത്തിമാരാണ് എന്നാണ്. ലോഭം, ഹിംസ, അധികാരം. സിദ്ധാർത്ഥൻ ഉരുവിട്ടു. മനുഷ്യരെ കരുണ പഠിപ്പിക്കൂ, അണ്ണാൻ പറഞ്ഞു. ഈ ആലിലകൾ ഇങ്ങനെ വിറയ്ക്കുന്നത് എന്താണെന്നറിയാമോ? ഭയം കൊണ്ട്. എന്നിട്ടും അതിൻ്റെ കായ്കൾ ഞങ്ങൾക്ക് തരുന്നു. കുട്ടികൾക്കും ഞങ്ങൾക്ക് തരുന്നു, കിളികൾക്കും. അതാണ് മൈത്രി. അപ്പോൾ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു. അതാണ് മുദിതം. കരുണ, മൈത്രി, മുദിതം. അതെ, എങ്കിലും പ്രജ്ഞ മനുഷ്യൻ കൊണ്ടുവന്നു. അതെ, അതിലൂടെ ദുഃഖവും. ഞങ്ങൾ ചിന്തിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ നിലനിൽക്കുന്നു, അണ്ണാൻ പറഞ്ഞു. ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥൻ തൻ്റെ കലങ്ങിമറിഞ്ഞ മനസ്സിനെ ശാന്തമാക്കി ധ്യാനം തുടർന്നു. ഉപേക്ഷ, ഉപേക്ഷ, അത് ശീലിച്ചേ ഒക്കൂ. തൻ്റെ പ്രാചീനമായ വാൽ കൊണ്ട് പതുക്കെ ബുദ്ധനെ തലോടി അണ്ണാൻ അടുത്ത മരത്തിലേക്ക് ഓടിക്കയറി. അതിൽ ബുദ്ധന്റെ നിശ്വാസമേറ്റ് കായ്ക്കൾ പഴുത്തു തുടങ്ങിയിരുന്നു. ബുദ്ധനെയും വൃക്ഷത്തെയും അണ്ണാനെയും മൃദുലമായ വിരലുകളാൽ തലോടി കപിലവസ്തുവിൽ നിന്നുള്ളൊരു കാറ്റ് ആ ശൂന്യതയിലൂടെ മെല്ലെ കടന്നുപോയി. ബുദ്ധൻ ധർമ്മത്തെക്കുറിച്ചുള്ള ആധികളിൽ മുഴുകി. വൃക്ഷം താനൊരു കാട്ടിൽ മഴയിൽ കുളിച്ചു നിൽക്കുന്നത് സ്വപ്നം കണ്ടു. അണ്ണാർക്കണ്ണൻ താൻ ചന്ദ്രനിലെ അനശ്വരമായ അടയാളമായി മാറി എന്നും. ശരീരത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് 1980കളിൽ എപ്പോഴോ ആണ് ഞാൻ ദീർഘമായ ഒരു ലേഖനം എഴുതുന്നത്. അതോടൊപ്പം തന്നെ അന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഐവാൻ ഇലീച്ചിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ചും മരുന്നും മറുമരുന്നും എന്ന പേരിലുള്ളൊരു ലേഖനം, ഒരു വിമർശനാത്മക സമീപനമായിരുന്നു അത് എന്ന ഒരു ലേഖനവും അത് പിന്നീടൊരു പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു, സംവാദങ്ങൾ എന്നുള്ള പേരിൽ. രോഗത്തെയും ആരോഗ്യത്തെയും കുറിച്ചുള്ള എൻ്റെ വീക്ഷണങ്ങൾ അവയിൽ സംക്ഷിപ്തമായി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2021 ഇറങ്ങിയ ഇടപെടലുകൾ എന്ന തിരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ സമാഹാരത്തെ അവ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അവയൊന്നും തന്നെ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആരോഗ്യ വ്യവസായം എന്ന പ്രതിഭാസം മൂലധന സംസ്കാരത്തിൻ്റെ ഭാഗമായി
ആഗോളമായി വളർന്ന ഒരു കാലത്താണ് നാം. ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, മരുന്നുകളുടെയും പരിശോധനോപകരണങ്ങളുടെയും ഉൽപാദന വിതരണ ശൃംഖല. രണ്ട്, സ്വകാര്യ ആശുപത്രികളുടെ ശൃംഖല. ഇവ രണ്ടും ബന്ധപ്പെട്ട് തന്നെയാണ് വളരുന്നത്. ഇവയെ ബന്ധിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് മുതലാളിത്തത്തിന്റെ ലാഭ താല്പര്യങ്ങളും മറുഭാഗത്ത് മനുഷ്യവിഭവ മാനേജ്മെന്റും ആണ്. പലപ്പോഴും മരുന്നുൽപാദകരുടെ താല്പര്യമാണ് പ്രമേഹം, രക്തസമ്മർദ്ദം മുതലായ രോഗങ്ങളുടെ മാനദണ്ഡങ്ങൾ പോലും നിർണയിക്കുന്നത്. രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു സാഡിസ്റ്റ് മനസ്ഥിതിയും ഈ മുതലാളിത്ത മനഃശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അല്പം ചില അപവാദങ്ങൾ ഒഴിച്ചാൽ, ഒരുപക്ഷെ അതിനൊരു അപവാദമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ആശുപത്രികൾ സ്ഥാപിക്കപ്പെടുന്നത് പോലും വ്യവസായശാലകൾ എന്ന നിലയ്ക്കാണ്. തീർത്തും അപ്രസക്തമായ ടെസ്റ്റുകൾ, അനാവശ്യമായ മരുന്നുകൾ, കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന സംശയങ്ങൾ, സാധാരണക്കാർക്ക് താങ്ങാൻ പ്രയാസമായ വലിയ ഫീസും മുറിയുടെ വാടകയും, ഇവയെല്ലാം ഉറപ്പുവരുത്താൻ ഒരു മനുഷ്യവിഭവ സംവിധാനവും. ഇതാണ് കൂറ്റൻ പരസ്യങ്ങളിലൂടെ വളരുന്ന പല ആശുപത്രികളുടെയും നില. അവിടെയുള്ള ഡോക്ടർമാരും നഴ്സുമാരും വ്യക്തിപരമായി നല്ലവരായാലും അവർ ഈ സംവിധാനത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. ആത്യന്തികമായി മൂലധന വളർച്ചയുടെ ഇന്ധനങ്ങളായി മാറുന്നു. ഇന്ത്യയിൽ, കേരളത്തിൽ പോലും ആരോഗ്യ വ്യവസായം വളരുന്ന ഈ സാഹചര്യത്തിലാണ് ആരോഗ്യരംഗത്ത് അനുകമ്പയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനം എന്ന പുസ്തകത്തിലെ ഒരു പ്രസക്തമായ അധ്യായത്തിന്റെ ആശാലതയും കെ രാജഗോപാലും ചേർന്ന് നിർവഹിച്ച നല്ല പരിഭാഷയുടെ പ്രകാശനം ഇവിടെ നിർവഹിക്കപ്പെട്ടത്. അനുകമ്പ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് മറ്റൊരാളുടെ ഹൃദയത്തോടൊപ്പം മിടിക്കുന്ന ഹൃദയത്തെയാണ്. അനുകമ്പനം. വേറൊരു തരത്തിൽ സഹാനുഭൂതി എന്ന് നാം പറയുന്നതും ഈ സഹസ്പന്ദത്തെയാണ്. നൈതികവും ആത്മീയവുമായ എല്ലാ മൂല്യങ്ങളുടെയും ഉറവിടം അതാണ് എന്ന് പറയാം. ബുദ്ധനും മഹാവീരനും ക്രിസ്തുവും മുഹമ്മദ് നബിയും സൊറാസ്ട്രും ഗുരു നാനാക്കും ഭക്തി സൂഫി കവികളും മുതൽ മാർക്സും ഗാന്ധിയും നാരായണ ഗുരുവും വരെ മുന്നോട്ട് വെച്ചത് പല രീതികളിലാണെങ്കിലും ഈ മൂല്യമാണ് എന്ന് പറയാം. അനുകമ്പ എന്ന വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരിക ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പാ ദശകം ആണ്. അതിൻ്റെ തുടക്കമെങ്കിലും അറിയാത്തവരുണ്ടാകില്ല. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമേയ് വിട്ടകലാതെ ചിന്തയും അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ഇരുളൻപിന മാറ്റും അല്ലലിൻ കരുവാകും കരുവാമിതേതിനും. തുടർന്ന് ജീവി എന്നാൽ അരുൾ ഉള്ളവൻ ആണെന്നും അനുകമ്പയാണ് ജീവതാരകം എന്നും അതില്ലാത്തവർ നിർഗന്ധ പുഷ്പങ്ങളോ മരുഭൂവിൽ വറ്റിപ്പോകുന്ന ജലമോ ആണെന്നും അവർ നിർവികാരരാണെന്നും ജീവൻ ഉടൽ വിട്ടാലും അനുകമ്പ കീർത്തിയായി നിലനിൽക്കുമെന്നും ഭൂതദയയുടെ കടലാണ് ശരിയായ ഗുരു എന്നും അവൻ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബിമുത്തുരത്നമോ ആകാമെന്നും നാരായണ ഗുരു പറയുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും പൊരുൾ ഒന്നാണ് എന്നാണ് ഫലശ്രുതിയായി പറയുന്നത്. ഈ അൻപ് തന്നെയാണ് ബുദ്ധന്റെ കരുണയും മൈത്രിയും, ക്രിസ്തുവിൻ്റെ പരസഹായവും, നബിയുടെ സാഹോദര്യവും, മാർക്സിന്റെ അസമത്വ വിരോധവും, ഗാന്ധിയുടെ അഹിംസാ തത്വവും എല്ലാമായി പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഫാദർ ഡാമേനും ഫ്ലോറൻസ് നൈറ്റിംഗേലും മറ്റും ഈ മഹാനുകമ്പയെ രോഗസന്ദർഭങ്ങളിൽ സാക്ഷാത്കരിച്ച് മാതൃക കാട്ടിയവരാണ്. ശുഷയും ക്രിസ്റ്റോസ് ലിയോണിസ്റ്റും ഈ പുസ്തകത്തിൻ്റെ അത് എഴുതിയ ആളുകൾ, മൂലമെഴുതിയ ആളുകൾ ചുരുക്കി പറയുന്നത് ആരോഗ്യ പരിചരണ രംഗത്ത് വിശേഷിച്ചും ദരിദ്രർക്കും ദുർബല വിഭാഗങ്ങൾക്കുമിടയിൽ അനുകമ്പ എന്തുകൊണ്ട് ആവശ്യമാണ് എന്നും
അതിന് പ്രതികൂലവും അനുകൂലവുമായ ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നും അധ്യാപനത്തിലും പരിശീലനത്തിലും ഈ സഹാനുഭൂതി സങ്കല്പത്തെ എങ്ങനെ ഉൾപ്പെടുത്താമെന്നും ദീർഘകാലം ആ പാഠങ്ങളെ എങ്ങനെ പ്രവർത്തനക്ഷമമാക്കാമെന്നും ആണ്. ഹിപ്പോക്രാറ്റസ് പറയുന്ന ഫിലാന്ത്രോപ്പിയയുടെയും ഫിലോടെക്നിക്കായുടെയും മനുഷ്യ സ്നേഹം ആദ്യത്തേത്, സങ്കേത സ്നേഹം അഥവാ സാങ്കേതിക നൈപുണി രണ്ടാമത്തേത്, ഒരു സംയുക്തത്തെയാണ് ഈ ചിന്തകർ ആദർശമായി മുന്നോട്ട് വയ്ക്കുന്നത്. ദയ, സഹവികാരം, സംവേദനക്ഷമത, കൂട്ടുപ്രവർത്തനം, വ്യക്തിപരിഗണനയും സാത്മീകരണവും, ശ്രദ്ധ, ശാക്തീകരണം, ക്ഷമ, ഉൾക്കൊള്ളലും പ്രതികരണവും, സമർപ്പണം, രോഗിയുമായുള്ള ഐക്യദാർഢ്യം മുതലായവയാണ് പരിചരണത്തിൽ കാണിക്കേണ്ടത്. ജീവനക്കാരുടെ ആശയവിനിമയ ശേഷിയും സഹകരണവും മനോഭാവവും സംസ്കാരവും തുടർച്ചയായി പരിശീലനം, ആത്മനിരീക്ഷണം തുടങ്ങിയവയിലൂടെ വികസിപ്പിക്കുകയും വേണം. ഇത് രോഗികളോടുള്ള പെരുമാറ്റം തികച്ചും യാന്ത്രികവും ചിലപ്പോൾ ഹൃദയശൂന്യവുമായി വരുന്ന ആശുപത്രി മെഷീനുകളുടെ ഈ കാലത്ത് പരമപ്രധാനമാണ്. അതിന് ശാസ്ത്രത്തിൻ്റെയും കലയുടെയും സംസ്കാരങ്ങളെ, ജ്ഞാനത്തെയും വികാരത്തെയും സമന്വയിക്കേണ്ടി വരും. അനുകമ്പയ്ക്ക് അത്ഭുതകരമായ മനഃശാസ്ത്ര സിദ്ധികളുണ്ട്. അത് പരിചരണം നന്നാക്കുന്നു, സുഖപ്രാപ്തി വേഗമാക്കുന്നു, വേദന പോലും കുറഞ്ഞതായി തോന്നിപ്പിക്കുന്നു. താൻ നിസ്സഹായനല്ലെന്ന് രോഗിക്ക് തോന്നുന്നു. അലിവോടെയുള്ള പെരുമാറ്റവും സ്പർശവും തലോടലും അന്വേഷണവും ദയ കാണിക്കുന്നയാളിലും സ്വീകരിക്കുന്നയാളിലും മസ്തിഷ്കം, ഹൃദയം ഇവ രണ്ടിനെയും സന്തോഷിപ്പിക്കുകയും വേദന സഹിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും സമ്മർദ്ദത്തോടുള്ള പ്രതികരണം പരിവർത്തന വിധേയമാക്കുകയും ഭൗതികമായി തന്നെ അളക്കാവുന്ന വിധം ആ മാറ്റങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തെളിയിക്കപ്പെട്ടതാണ്. ഒപ്പം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആർക്കുമുണ്ടാകാനിടയുള്ള ഭീതി, ഉത്കണ്ഠ ഇവ കുറച്ച് രോഗിക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഈ ഗ്രന്ഥം അനേകം വിദേശ ആശുപത്രികളിൽ നടന്ന പഠനങ്ങളെ ഉദ്ധരിച്ച് എങ്ങനെയാണ് ശുചിത്വത്തിന്റെ അഭാവം, പ്രാഥമിക സൗകര്യങ്ങളുടെ ഇല്ലായ്മ, പോഷകാഹാരക്കുറവ്, വേദന സംഹാരികളുടെ ദൗർലഭ്യം, അന്തസ്സിന് സംഭവിക്കുന്ന ക്ഷതം മുതലായവ രോഗികളുടെ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്നത് എന്ന് കാണിച്ചു തരുന്നുണ്ട്. പ്രൊഫഷണലായിരുന്നു കൊണ്ട് തന്നെ അനുകമ്പ കാണിക്കുക എന്നത് പരിശീലനം ആവശ്യപ്പെടുന്ന കാര്യമാണ്. കാരണം രണ്ടും ഒത്തുപോകണമെന്നില്ല. എന്നല്ല, മിടുക്കനായ ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ മിടുക്കിയായ ഒരു ഡോക്ടർക്ക് അഥവാ ഒരു നഴ്സിന് രോഗികളോട് നിർദ്ദയമായും പെരുമാറാൻ കഴിയും. അതിനുള്ള സാഹചര്യങ്ങൾ ആശുപത്രിയിൽ പലപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. രോഗിയുടെ അനുസരണക്കുറവ്, നിലവിളി, രോഷം, വൃദ്ധരാണെങ്കിൽ ഓർമ്മക്കുറവ്, സംവേദനശേഷിയിൽ അപര്യാപ്തത ഇവ പലതും പ്രായം, ആതുരാവസ്ഥ, അരക്ഷിതത്വം, ഭയം ഇവയിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാകാം. നല്ല പരിചരണം, പ്രതിജ്ഞാബദ്ധതയുള്ള സമീപനം, പിരിമുറുക്കം കുറയ്ക്കുന്ന പെരുമാറ്റം, രോഗിയോട് സാവധാനം മാത്രം രോഗാവസ്ഥയുടെ സങ്കീർണത ഭയപ്പെടുത്താതെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ക്ഷമ, ഇതെല്ലാം വളർത്തിയെടുക്കാൻ ധ്യാനം ഉൾപ്പെടെയുള്ള പരിശീലനങ്ങൾ സഹായിച്ചേക്കാം. വിശേഷിച്ചും കരുണാധ്യാനം അഥവാ കമ്പാഷൻ മെഡിറ്റേഷൻ, വൈകി കണ്ടുപിടിച്ച ക്യാൻസർ, മറ്റു മാരകമാകാവുന്ന രോഗങ്ങൾ, ഡിമെൻഷ്യ തുടങ്ങിയവയുള്ളവരെ ക്ഷമയോടെ മാത്രമേ സമീപിക്കാവൂ. മരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പുള്ളവരെ പോലും പാലിയേറ്റീവ് കെയറിലൂടെ ആശ്വസിപ്പിക്കാൻ കഴിയും. വേദനയിൽ നിന്നുള്ള ആശ്വാസം നൽകുക, നിയമം അനുവദിക്കുമെങ്കിൽ വേദനാപൂർണമായ ജീവിതം അധികം നീട്ടാതിരിക്കുക, തൻ്റെ കാര്യങ്ങൾ തൻ്റെ നിയന്ത്രണത്തിൽ തന്നെ എന്ന് രോഗിയെ ബോധ്യപ്പെടുത്തുക, സ്നേഹിക്കുന്നവരോടുള്ള ബന്ധം ശക്തമാക്കുക, മറ്റുള്ളവർക്ക് താൻ ഭാരമാകുന്നുണ്ടോ എന്ന വേവലാതി കുറയ്ക്കുക, തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരെ പ്രത്യേകം ആശ്വസിപ്പിക്കുക, മാനസിക വിഭ്രാന്തി ഉള്ളവരുടെ ചെയ്തികൾ സഹിഷ്ണുതയോടെ കാണുക, കഴിയുന്നതും പരിചിതമായ സാഹചര്യങ്ങൾ പുനഃസൃഷ്ടിക്കുക, രോഗം മാത്രമല്ല രോഗിയും തൻ്റെ ശ്രദ്ധയിലാണ് എന്ന് മനസ്സിലാക്കുക. മെഡിക്കൽ സയൻസിനോളം തന്നെ പ്രധാനമാണ് ഒരു നല്ല ഡോക്ടർക്ക് തത്വചിന്തയും സഹൃദയത്വവും എല്ലാം എന്ന് തിരിച്ചറിയുക. രോഗി വിശ്വാസിയാണെങ്കിൽ ചികിത്സയ്ക്കൊപ്പം അതിനെയും
ആശ്രയിക്കാൻ അനുവദിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് ദയയ്ക്ക് ഒരു സാഹിത്യ വിഭാഗം കൂടി ഉണ്ട് എന്നാണ്. ഇടയ്ക്കിടെ സാഹിത്യ സമ്മേളനങ്ങൾ ദയ ആശുപത്രിയിൽ നടക്കാറുണ്ട്. അതെല്ലാം ഈ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ഭാഗം കൂടി ആണ്. രോഗി സംഗീതപ്രിയമുള്ള ഒരാളാണെങ്കിൽ മറ്റുള്ളവർക്ക് ശല്യമാകാത്ത വിധം പാട്ട് കേൾക്കാനോ, പുസ്തകപ്രിയനെങ്കിൽ ഇഷ്ടമുള്ളത് വായിക്കാനോ അനുവദിക്കുക. രോഗിയുടെ പശ്ചാത്തലം, സമ്പത്ത്, ബന്ധുക്കൾ, പങ്കാളിയുമായുള്ള ബന്ധത്തിന്റെ സ്വഭാവം, ശീലങ്ങൾ, വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യ ചരിത്രം ഇവ മനസ്സിലാക്കുക. സന്ദർശന കാരണം ക്ഷമയോടെ കേൾക്കുക. രോഗിയെ ഭയപ്പെടുത്താതെ ആവശ്യമായ പരിശോധനകളും ടെസ്റ്റുകളും മാത്രം നടത്തുക. ഇവയെല്ലാം ചികിത്സയിൽ പ്രധാനമാണ്. ആരോഗ്യ പരിചരണത്തിൽ അനുകമ്പയുടെ പ്രാധാന്യം ഇന്ന് കൂടുതലായി മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അനുഭവങ്ങളും അറിവുകളും പരീക്ഷകളും റിപ്പോർട്ടുകളും എല്ലാം പരിഗണിച്ച് ഈ കാര്യം വായനക്കാരെ മനസ്സിലാക്കാൻ ഇത്തരം ഗ്രന്ഥങ്ങൾ കൂടുതലായി ഉണ്ടാകേണ്ടതാണ്. ഒപ്പം ഇതിൽ റഫറൻസുകളായി നൽകിയ ഗ്രന്ഥങ്ങളും പരിചരണ രംഗത്തെ വിദ്യാർത്ഥികൾക്കും പ്രവർത്തകർക്കും പ്രയോജനകരമായിരിക്കും. ദയാ ഹോസ്പിറ്റൽ പബ്ലിക്കേഷൻ സൊസൈറ്റി കൂടുതലായി ഇത്തരം ലഘുഗ്രന്ഥങ്ങളും പൂർണ്ണ പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കട്ടെ. ഇത്രയാണ് ലഘുലേഖയുടെ അഥവാ പുസ്തകാധ്യായത്തിൻ്റെ ഒരു വളരെ ചെറിയ സംക്ഷേപം എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഞാൻ പ്രവാചകനെ കുറിച്ചുള്ള കവിത വായിക്കുന്നു. യേശുവും കഴുതയും എന്നോ അതിൻ്റെ ഒരു പ്രചോദനം വൈലോപ്പിള്ളിയുടെ കഴുതയും കുതിരയും എന്നുള്ള കവിതയായിരുന്നു. അവനെ ഓർത്താവാം ക്ഷമിച്ചു യേശു, കഥിച്ചു യേശു, അവനതരത്രേ അനുഗ്രഹീതർ എന്നാണ് ആ വരികൾ. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കുറച്ച് ഒരു കഥാതുല്യമായ കവിതയാണിത്. ബത്ലഹേമിൽ നിന്ന് യേശുവിനെ പുറത്തിരുത്തി യെരൂശലേമിലേക്ക് പോകും വഴിയാണ് കഴുതയ്ക്ക് നഷ്ടമായിരുന്ന സംസാരശേഷി തിരിച്ചു കിട്ടിയത്. കഴുത യേശുവിനോട് ചോദിച്ചു, പ്രഭോ, വേഗവും സൗന്ദര്യവുമുള്ള കുതിരയെ വിട്ട് അങ്ങ് എന്തിന് എന്നെ ഈ സവാരിക്ക് തിരഞ്ഞെടുത്തു? യേശു പ്രതിവചിച്ചു, നീ മനുഷ്യരുടെ വെഴുപ്പേറ്റി തളർന്നവൻ, എന്നിട്ടും അവരുടെ കൃതഘ്നമായ ചുണ്ടുകളിൽ വെറുമൊരു ശകാരപദം. അനങ്ങാതെ നിൽക്കുമ്പോൾ തള്ളിയും അടിച്ചും അവർ നിന്റെ മുന്നറിവിനെ പരിഹസിക്കുന്നു. ഒടുവിൽ വഴി തടയുന്ന മലയുടെയോ കുഴിയുടെയോ മുന്നിൽ എത്തിപ്പെടുമ്പോൾ അതിനും നിന്നെ പഴിയായിരുന്നു. കഴുതകൾക്ക് ഈ കഴിവുണ്ടെന്നാണ് പറയുക, മുൻകൂട്ടി വരാൻ പോകുന്ന തടസ്സങ്ങൾ അറിയാനുള്ള കഴിവ്. അലക്കുകാർക്ക് മാത്രം അറിയാം നിന്റെ ശിരസ് കുരിഞ്ഞിരിക്കുന്നത് പ്രകൃതിക്ക് മുന്നിലുള്ള വിനയം കൊണ്ടാണ് എന്ന്. വിപർ സന്ദേശങ്ങൾക്ക് കാതോർത്താണ് നിന്റെ ചെവികൾ കൂർത്തുപോയത് എന്ന്. പുഴകൾക്ക് നിന്നെ അറിയാം, നിന്റെ കുളമ്പുകളാൽ അനുഗ്രഹിക്കപ്പെട്ട കല്ലിനും പുല്ലിനും അറിയാം. കഴുത എളിമയോടെ പറഞ്ഞു, അതേ പ്രഭു, മനുഷ്യർ ബുദ്ധിശൂന്യരാണ്. രാജാക്കളും പ്രഭുക്കളും പുരോഹിതരും അങ്ങയെ ഭയക്കുന്നു. അങ്ങ് ചുമടെടുക്കുന്നവർക്ക് അത്താണിയും വിയർക്കുന്നവർക്ക് ഇളന്തെന്നലും മുക്കുവർക്ക് മീൻ നിറഞ്ഞ കടലും വേശ്യകൾക്ക് മാംസമുക്തമായ ആത്മാവും വിശക്കുന്നവർക്ക് നിത്യമായ അപ്പവും മരിച്ചവർക്ക് തിരിച്ചു പറക്കുന്ന ജീവനുമായി പാറക്കെട്ടുകളെ ഉർവരമാക്കി നാളെയുടെ സ്വർണമാകാനുള്ള ഗോതമ്പ് മണികൾ വിതച്ചു. പൂക്കാത്ത ചെടികൾ അങ്ങയെ കണ്ട് പൂവിട്ടു. മതി മതി, നീ കവിയാണെന്ന് എനിക്കറിയാം, കൂലിക്ക് വേണ്ടിയല്ലാതെ പണിയെടുക്കുന്നവൻ. യേശു തലകുനിച്ചു പറഞ്ഞു, പശുത്തൊഴുത്തിൽ പിറന്നവന് പാഠശാലകളിൽ പോകേണ്ട. ആകാശം എൻ്റെ പിതാവ്, സമുദ്രം എൻ്റെ മാതാവ്, കിളികളും വൃക്ഷങ്ങളും എൻ്റെ ഗുരുക്കൾ. ആട്ടെ, നിനക്ക് വിശക്കുന്നുണ്ടോ? ഇവിടെ പുല്ലൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ നിനക്ക് വൈക്കോൽ കരുതിയിട്ടുണ്ട്, എനിക്ക് അപ്പവും ഒലിവെണ്ണയും. കഴുത കാതു കൂർപ്പിച്ച് പറഞ്ഞു, നിൽക്കൂ. മരത്തിൽ ആണിയടിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. ഞാൻ മനുഷ്യരക്തം മണക്കുന്നു. തലയോട്ടികളുടെ കുന്നിൽ നിന്ന് വരുന്നൊരു കാറ്റിൽ കഴുകിയാലും പോകാത്ത ചോര പുരണ്ട ഒരു വസ്ത്രം പറന്നു നടക്കുന്നത് ഞാൻ കാണുന്നു.
അങ്ങ് പോകരുത്. തുകൽ സഞ്ചിയിൽ നിന്ന് അല്പം വെള്ളം കുടിച്ച് ക്രിസ്തു പറഞ്ഞു, സഹോദര, സിംഹാസനമല്ല എന്നെ കാത്തിരിക്കുന്നത് എന്ന് എനിക്കറിയാം. എനിക്ക് എൻ്റെ നിയോഗം നിറവേറ്റിയേ തീരൂ. മോചനം കാക്ഷിക്കുന്ന ജനങ്ങളുടെ സമുദ്രം എന്നെ വിളിക്കുന്നു. കഴുതയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ സന്ധ്യയുടെ ചെമ്മണ്ണിൽ വീണുകൊണ്ടിരുന്നു. 3 ജ്ഞാനികൾക്ക് വഴികാട്ടിയ നക്ഷത്രം ഈ അപൂർവ യാത്രികൾക്ക് വഴികാട്ടാൻ എന്ന പോലെ ഉദിച്ചുയർന്നു. ഇക്കുറി ചുവന്നു.